ഹായ് ഫ്രണ്ട്സ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ 1975 അടിയന്തരാവസ്ഥ. പൗരാവകാശങ്ങൾ കശാപ്പ് ചെയ്യപ്പെട്ട ആ കാലത്ത് ഭരണകൂട ഭീകരതയുടെ ആഴമറിഞ്ഞ ഒരു യുവ നേതാവ് ഉണ്ടായിരുന്നു. MLA എന്ന പരിഗണന പോലും നൽകാതെ 6 പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിട്ടും തളരാത്ത വിപ്ലവ വീര്യം പിണറായി വിജയൻ. മുൻ കേരള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തെ മാറ്റിമറിച്ച ആ കനൽ വഴിയിലൂടെ ഒരു യാത്ര. 1970 കൂത്തുപറമ്പിൽ നിന്ന് തന്റെ 26-ാം വയസ്സിൽ നിയമസഭയിലെത്തിയ പിണറായി അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA-മാരിൽ ഒരാളായിരുന്നു. 1975 ജൂൺ 25-ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം CPIM-ന്റെ വളർന്നുവരുന്ന കരുത്തനായ നേതാവാണ്. C അച്യുതമേനോൻ മുഖ്യമന്ത്രിയും K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലം. അടിയന്തരാവസ്ഥയുടെ ആദ്യ നാളുകളിൽ ഒളിവിൽ കഴിഞ്ഞാണ് പിണറായി പാർട്ടി പ്രവർത്തനങ്ങൾ നയിച്ചത്. എന്നാൽ സെപ്റ്റംബർ 28-ന് പോലീസ് അദ്ദേഹത്തെ പിടികൂടി. ലോക്കപ്പിൽ MLA എന്ന പദവി പോലും വകവയ്ക്കാതെ പോലീസ് കാട്ടുനീതി നടപ്പിലാക്കി. ഷൂ ധരിച്ച പോലീസുകാർ നെഞ്ചിലും വയറിലും ചവിട്ടി, ലാത്തി കൊണ്ട് ബോധം മറയുന്നത് വരെ പ്രഹരിച്ചു. ശരീരം തകർക്കുക എന്നതിലുപരി ആ യുവ നേതാവിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ തകർക്കുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. മർദ്ദനത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം. രാജൻ കേസ് പോലുള്ള ക്രൂരതകൾ കേരളം കേട്ടറിഞ്ഞ കാലമായിരുന്നു അത്. ജയിലിൽ പാലും പത്രങ്ങളും ലഭിക്കാൻ പോലും രാഷ്ട്രീയ തടവുകാർക്ക് സമരം ചെയ്യേണ്ടി വന്നു. രസകരമായ വസ്തുത, രാഷ്ട്രീയമായി ബിരുദശേരിയിലായിരുന്ന ഭാരതീയ ജനസംഘം നേതാവ് KG മാരാർ ഉൾപ്പെടെയുള്ളവർ അന്ന് പിണറായിക്കൊപ്പം ജയിലിലുണ്ടായിരുന്നു. ഒരു പൊതുശത്രുവിനെതിരെ ജനാധിപത്യത്തിനായി വിരുദ്ധ ചേരിയിലുള്ളവർ ഒന്നിച്ച അപൂർവ നിമിഷം കൂടിയായിരുന്നു അത്. ജയിൽ മോചിതനായ പിണറായി നേരെ നിയമസഭയിലെത്തിയത് ആരും മറക്കാത്ത ഒരു കാഴ്ചയോടെയാണ്. കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കുമ്പോൾ താൻ ധരിച്ചിരുന്ന രക്തമുണങ്ങിയ ബനിയൻ അദ്ദേഹം സഭയിൽ ഉയർത്തിക്കാട്ടി. ആഭ്യന്തരമന്ത്രി K കരുണാകരൻ സാക്ഷി നിർത്തി അദ്ദേഹം ചോദിച്ചു, "ഇതാണോ നിങ്ങൾ പറയുന്ന ജനാധിപത്യം?" ആ പ്രസംഗം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. താൻ അനുഭവിച്ച കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഓർമ്മകൾ മുഖ്യമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിലും അദ്ദേഹം പലപ്പോഴും പരാമർശിക്കാറുണ്ട്. കസ്റ്റഡി മർദ്ദനത്തിലൂടെ ഒരാളെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പോലീസ് നടപടികൾക്കെതിരെ പ്രതിപക്ഷം ഇന്നും അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇന്നും കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു സംവാദ വിഷയമാണ് പിണറായി വിജയനും അദ്ദേഹം നേരിട്ട ആ കറുത്ത നാളുകളും. യഥാർത്ഥത്തിന്റെ ഈ ചരിത്രം നിങ്ങളിൽ എന്ത് ചിന്തയാണ് ഉണ്ടാക്കുന്നത്? കമന്റ് ചെയ്യുക. കൂടുതൽ രാഷ്ട്രീയ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.